താങ്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുള്ളതാണ്. ക്യൂബയിലൊക്കെ പലതവണ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫിഡൽ കാസ്ട്രോയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണെന്നറിയാം. അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം മുൻവശത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള ഒരു അടുപ്പം, പരിചയം ആരംഭിക്കുന്നത്, നേരിൽ കണ്ടപ്പോഴുള്ള അനുഭവം? ആ അനുഭവത്തെ താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഫിഡൽ കാസ്ട്രോയുമായി എങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുള്ളൊരു അടുപ്പം എനിക്കില്ല. അദ്ദേഹത്തെ എത്രയോ ആളുകൾ ആരാധനയോടുകൂടി കാണുന്നു. ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ നിന്ന് വരുന്നവർ അദ്ദേഹവുമായി കണ്ടുമുട്ടാനോ അദ്ദേഹത്തിൻ്റെ ദേഹത്തൊന്ന് തൊടാനോ അദ്ദേഹവുമായിട്ടൊരു ഹസ്തദാനം നടത്താനോ ഒക്കെ കൊതിക്കുന്നു. അവിടെ ഹവാനയിൽ വെച്ച് നടന്നൊരു സമ്മേളനത്തിൽ ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന റോസ്മേരി എന്ന് പറയുന്ന കുട്ടി, അവളുടെ പേരെനിക്ക് ഓർത്തിരിക്കാൻ പറ്റും. കാരണം എൻ്റെ ഒരു സഹോദരൻ്റെ ഭാര്യയുടെ പേര് റോസ്മേരി എന്നാണ്. അതുകൊണ്ട് പിന്നെ ഒരു തവണ അവളെ കണ്ടിട്ടുള്ളൂ. ദക്ഷിണാഫ്രിക്കയിലെ യുവ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പ്രതിനിധിയാണ് അവൾ. വളരെ മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഫിഡൽ കാസ്ട്രോ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പ്രസംഗിക്കാൻ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ചിലരെ നിശ്ചയിച്ചു. അതിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പിന്നെ എനിക്കാണ് ആ ഒരു സൗഭാഗ്യം കിട്ടിയത്. ആഫ്രിക്കയെ പ്രതിനിധീകരിച്ച് വരാണ്. അപ്പം ഞങ്ങളെല്ലാം ഒരു മുറിയിൽ നിൽക്കുന്നു. പ്രസംഗകരെയെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ എത്ര അധിക സമയം സംസാരിച്ചുകൂടാ, ആര് അതിൻ്റെ ഓർഡർ എന്താണ് ഇതൊക്കെ പറയാൻ വേണ്ടി നിർത്തിക്കുകയാണ്. പൊടുന്നനവേ ഞങ്ങളുടെ മുറിയിലേക്ക് ഫിഡൽ കയറി വരികയാണ്. അപ്പം അവിടുത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു ആർക്കും ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനും ഫോട്ടോ എടുക്കാനും തിക്കും തിരക്കും കൂട്ടുകയാണ്. അപ്പോൾ കുറച്ച് സമയം പലരുമായിട്ടൊന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് സ്വയം നിയന്ത്രിച്ച് നിൽക്കുകയാണ്. കാരണം എനിക്ക് അദ്ദേഹവുമായിട്ട് അടുത്ത് നിൽക്കാൻ ഒന്ന് രണ്ട് അവസരങ്ങൾ മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാത്തവർ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാറി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഫ്രൈ ബെറ്റോ എന്ന് പറയുന്ന ബ്രസീലിൽ നിന്നുള്ള ഒരു ഗ്രന്ഥരചയിതാവുണ്ട്. ഫിഡൽ ഓൺ റിലിജിയൻ എന്ന് പറയുന്ന പുസ്തകം ഫിഡലിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഫ്രൈ ബെറ്റോ എഴുതിയാണ്. ഫ്രൈ ബെറ്റോയും അന്ന് പ്രസംഗിക്കേണ്ടവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഫിഡൽ പെട്ടെന്ന് ഫ്രൈ ബെറ്റോയെ തിരിച്ചറിഞ്ഞിട്ട് ഫ്രൈ ബെറ്റോയുടെ തോളിൽ കൈവിട്ട് നടന്നങ്ങ് പോയി. അപ്പോൾ ഇവർക്ക് കൂടെ ഉണ്ടായിരുന്നവർക്ക് വലിയ ഇച്ഛാഭംഗമായി. ആ ചടങ്ങിൽ ഫിഡൽ പ്രസംഗിച്ചിട്ടില്ല. ഫിഡൽ സദസ്സിൽ മുൻനിരയിൽ പോയിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ പ്രസംഗം. അപ്പോൾ ഫ്രൈ ബെറ്റോയും പിന്നെ അവിടെ നിന്ന് എണീറ്റ് വന്ന് പ്രസംഗിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സംസാരിക്കാനുള്ള അവസരവും പോയി, പ്രസംഗിക്കേണ്ട റോസ്മേരിക്കുള്ള അവസരവും പോയി എന്നൊക്കെ വിചാരിച്ചു. യോഗം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഈ മുറിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിന് അതാ ഫിഡൽ വീണ്ടും വരുന്നു. അപ്പോൾ ഞാൻ റോസ്മേരിയെ പിടിച്ച് മുമ്പോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, കോമ്രേഡ് ഫിഡൽ, ഷീ ഈസ് ഫ്രം സൗത്ത് ആഫ്രിക്ക, ഷീ വാണ്ട്സ് ടു ഷേക്ക് ഹാൻഡ്സ് വിത്ത് യു. ഇങ്ങനെ തിരക്കിനിടയിൽ ഒരു അവസരം കിട്ടാം. കാര്യം ആ തള്ളിൽപ്പെട്ട് പെൺകുട്ടിയാണല്ലോ, ഇവർ അവസരം നഷ്ടപ്പെട്ടു. ഞാൻ ഫിഡൽ നോക്കിയിട്ട്, യു ആർ റോസ്മേരി. ഞങ്ങൾ 6 പേരെ അവിടെ പ്രസംഗിച്ചു. അപ്പം ഇവളുടെ സന്തോഷം വരേണ്ട, ഫിഡൽ എൻ്റെ പേര് ഓർത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൾ തുള്ളിച്ചാടുകയാണ്. അപ്പോൾ ഫിഡലിനെ കെട്ടിപ്പിടിച്ചു, അവരൊരുമിച്ച് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ സംഭാഷണം ആരംഭിച്ചത് ഈസ്റ്ററിൽ നിന്നാണ്. ഈസ്റ്ററിൽ നിന്ന് ആരംഭിച്ച് പല വഴിയിലൂടെ ഒരു ഫുട്ബോൾ കളി പോലെ പല പ്രതീക്ഷിക്കാത്തിടങ്ങളിലൂടെ പോയി. ഇനി ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ഗാനം ശ്രീ കല്ലറ ഗോപൻ കൂടി ആലപിച്ച് നമുക്ക് ഈ പരിപാടി അവസാനിക്കുന്നത് മനോഹരമായ താങ്കളുടെ ശബ്ദത്തിലെ ആ ഗാനത്തിലൂടെ ആകട്ടെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർപ്പുഴയിൽ
ജഗദീ